നമുക്ക് പല സമയത്തും പല ഇമേജുകളും വേണ്ടി വരും. ഓരോ ഫോട്ടോ നമ്മൾ കയ്യിലില്ലെങ്കിൽ ഫോൺ തപ്പി വെക്കും, ഫോണിൽ ഉണ്ടാകില്ല. ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. നമുക്കിപ്പോൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തെടുത്ത് ഡൗൺലോഡ് ചെയ്ത് എന്നിട്ട് ഗ്യാലറിയിൽ നിന്ന് അതെടുത്ത് സെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കണം. എന്നാൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാണ്ട്, ഗൂഗിൾ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാണ്ട് നമുക്ക് ഫോട്ടോ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ബർത്ത്ഡേൻ്റെ ഒക്കെ ഒരു ഫോട്ടോ, ബർത്ത്ഡേ ആശംസ, അത് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാണ്ട് നമുക്ക് സെൻഡ് ചെയ്യാം. എങ്ങനെ? അതിന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇമേജ് എന്താണോ അത് സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ ആറ്റ് എഴുതിയിരിക്കും, ഒരു പൂച്ചൻ്റെ ചിത്രം നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഇമേജ് എടുക്കുക. ഇമേജിലേക്ക് എടുത്ത് ഇഷ്ടംപോലെ ഇമേജുകൾ, ഇഷ്ടത്തിര പൂച്ച, ഏതെല്ലാം മോഡലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പൂച്ച. ഞങ്ങളെ അടുത്തുണ്ട് വീട് ഒരു പൂച്ച കാത്തു. നമുക്ക് ഒരു പൂച്ചേൻ്റെ ഫോട്ടോ തമ്മിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുന്ന നേരം കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ കൂടെ പുതിയൊരു ഓപ്ഷൻ കാണാം, കോപ്പി ഇമേജ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഇമേജ് കോപ്പി ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് വാട്സപ്പിൽ ഇതൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. അതിനെന്ത് ചെയ്യുക? വാട്സപ്പ് തുറക്കുക. ആർക്കാണോ സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവരെ ചാറ്റ് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കീബോർഡ് ലിങ്ക് കാണാം, ഇമേജ് എന്ന് പറഞ്ഞിട്ട് വന്നത്. അതൊന്ന് ഞെക്കി കൊടുക്കുക. ആ ഫോട്ടോ ഇവിടെ വന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അടിപൊളി പരിപാടി അല്ലേ? പെട്ടെന്ന് കഴിഞ്ഞില്ല പരിപാടി. പക്ഷെ ഇതിനൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഗൂഗിൾ കീബോർഡിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ കിട്ടൂ. ഗൂഗിളിൻ്റെ ജീബോർഡ് ഒരുപാട് വീഡിയോ നമ്മൾ അതിനെപ്പറ്റി ചെയ്തിക്ക്. ഗൂഗിളിൻ്റെ ജീബോർഡിനെ പറ്റി ഏറ്റവും നല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഒരുപാട് ഫീച്ചറുകളുള്ള നല്ല കീബോർഡാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഫീച്ചർ കിട്ടാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്യണം. അതിനും താഴെയുള്ള ലിങ്ക് കൂടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ സെറ്റിംഗ്സ് എടുക്കുക. കീബോർഡിൽ തന്നെ സെറ്റിംഗ്സിന്റെ ഐക്കൺ ഉണ്ടാവും. ആ സെറ്റിംഗ്സിന്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ 2 ടോഗിൾ ഉണ്ടാവും, അത് 2 ഓൺ ആക്കി കൊടുക്കുക. രണ്ടാമത്തെ ടോഗിൾ എന്തിനാ വെച്ചാൽ നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ടും ഗൂഗിളും കോപ്പി ചെയ്യുന്ന ഇമേജ് മാത്രമല്ല, നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്താലും അത് ഇതുപോലെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമത്തെ ടോഗിൾ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്യുന്ന ഇമേജുകൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഇമേജുകൾ നമുക്ക് കീബോർഡ് തന്നെ കിട്ടും. കീബോർഡിൽ നിന്ന് ഇപ്പോൾ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത്, ആ സ്ക്രീൻഷോട്ട് ഇതാ ഇവിടെ വന്ന് കണ്ടോ, സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, സെൻഡ് ചെയ്യാം. അടിപൊളി പരിപാടി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്തേക്ക്. പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.